ഗുരുവായൂർ ക്ഷേത്രത്തിലെ മഞ്ജുള ആലിന്റെ കഥ അറിയാമോ? മഞ്ജുള ഒരു വാരസ്യാർ പെൺകുട്ടിയായിരുന്നു. അവൾ വലിയ ഒരു കൃഷ്ണഭക്ത ആയിരുന്നു. ഗുരുവായൂരിലായിരുന്നു അവരുടെ വീട്. എന്നും സന്ധ്യയ്ക്ക് ഗുരുവായൂരപ്പൻ ഒരു മാല മഞ്ജുള കെട്ടിക്കൊണ്ട് കൊടുക്കുമായിരുന്നു. ഭഗവത് നാമം പാടിക്കൊണ്ട് പൂക്കൾ കൊണ്ട് മനോഹരമായ മാലകൾ ഉണ്ടാക്കി ദിവസവും ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. ദിവസവും അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ കുറച്ചു ദിവസമായി കാലിച്ചെക്കന്മാരുടെ ശല്യമാണ്. കൂട്ടത്തിൽ നേതാവെന്ന് തോന്നിക്കുന്ന കരുമാടിക്കുട്ടൻ മഞ്ജുള പോകുന്ന വഴിയിൽ നിന്ന് എന്നും കളിയാക്കുകയും ചെയ്യും. പക്ഷേ അവൾ ഗുരുവായൂരപ്പനെ മനസ്സിൽ ഓർത്ത് മറ്റൊന്നും ഗൗനിക്കാതെ നടക്കുകയാണ് പതിവ്. ഒരു ദിവസം അവൻ മനോഹരമായി പുല്ലാങ്കുഴലും ഊതി മഞ്ജുളയുടെ പുറകെ ചെന്ന് പൂമാല ചോദിച്ചു. ശല്യമായി പുറകെ കൂടി. നട അടയ്ക്കുന്നതിനു മുന്നേ ചെല്ലാൻ വേണ്ടി അവൾ വേഗത്തിൽ നടന്നു. പുല്ലാങ്കുഴൽ പാട്ടുമായി കാലിച്ചെക്കനും കൂടെ എത്തി. ക്ഷേത്ര നടയ്ക്കൽ ചെന്ന അവളെ ക്ഷേത്രം കാവൽക്കാർ അകത്തേക്ക് കയറ്റിയില്ല. ആൽച്ചുവട്ടിൽ ഒരു കാലി ചെറുക്കന്റെ കൂടെ നിൽക്കുന്ന കണ്ടു എന്ന അപരാധം അവളിൽ ചുമത്തി. ഗയിൽ താൻ കൊരുത്ത പുഷ്പഹാരവുമായി വല്ലാതെ സങ്കടപ്പെട്ടു. അമ്പലത്തിന് പുറത്തുനിന്ന് കരയുന്ന മഞ്ജുളയെ അമ്പലത്തിൽ നിന്നും തൊഴുതുവരുന്ന പൂന്താനം കണ്ട് കാര്യം അന്വേഷിച്ചു. മഞ്ജുള സങ്കടത്തോടെ കാര്യം പറഞ്ഞു കൊടുത്തു. അപ്പോൾ പൂന്താനം കുറച്ചു ദൂരെ ആയിട്ടുള്ള ആൽമരം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആ ആലിന്റെ ചുവട്ടിൽ കാണുന്ന കല്ലിൽ ഭഗവാൻ എന്ന് സങ്കൽപ്പിച്ച് ആ മാല അതിൽ ചാർത്തിക്കോളൂ. കല്ലിലും മരത്തിലും എല്ലാമുള്ള ഭഗവാൻ ആ മാലയും സ്വീകരിച്ചു കൊള്ളും. അത് കേട്ട് കരച്ചിൽ അടക്കി മഞ്ജുള ഭക്തിപൂർവം ആ മാല അവിടെയുള്ള കല്ലിനെ ചാർത്തിച്ചു. അവൾ അവിടെ നിന്ന് കുറെ നേരം പ്രാർത്ഥനയോടെ തൊഴുതുനിന്നു. രാത്രി അധികം ആവുന്നതിന് മുന്നേ വീട്ടിലേക്ക് തിരിച്ചു. പിറ്റേ ദിവസം നിർമ്മാല്യത്തിന് നട തുറന്നു. മേൽശാന്തി ഭഗവാന്റെ അലങ്കാരങ്ങൾ ഓരോന്നായി മാറ്റാൻ തുടങ്ങി. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ഒരു മാല മാത്രം ഭഗവാന്റെ കഴുത്തിൽ നിന്നും മാറ്റാൻ സാധിക്കുന്നില്ല. അത് താൻ തലേ ദിവസം ചാർത്തിയ മാല അല്ലല്ലോ എന്ന് മേൽശാന്തി അത്ഭുതപ്പെട്ടു. അപ്പോൾ ദർശനത്തിനെത്തിയ പൂന്താനം അവിടെ നിന്നവരോടായി തലേ ദിവസം നടന്ന കഥ പറഞ്ഞു. ഇത് മഞ്ജുള വാരസ്യാർ ഭഗവാനെ സങ്കൽപ്പിച്ച് ആൽച്ചുവട്ടിൽ ചാർത്തിയ മാലയാണ്. ആലിനു ചുവട്ടിൽ കാലിച്ചെക്കന്റെ രൂപത്തിൽ കണ്ടത് മറ്റാരുമായിരുന്നില്ല, അത് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ ആയിരുന്നു എന്ന്. അതിനാൽ മഞ്ജുളയെ കണ്ട് ക്ഷമ പറഞ്ഞ കൂട്ടിക്കൊണ്ടുവരിക. അവർ വന്നാലേ ഇന്ന് നിർമ്മാല്യം മാറ്റാൻ പറ്റൂ എന്ന്. അങ്ങനെ ക്ഷേത്രം കാവൽക്കാർ മഞ്ജുളയെ കണ്ട് ക്ഷമ ചോദിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. മഞ്ജുള നടയ്ക്കൽ വന്നു നിന്ന് ഭഗവാനെ എന്റെ മാല തിരികെ തരൂ എന്ന് പറഞ്ഞപ്പോൾ വിഗ്രഹത്തിന്റെ കഴുത്തിൽ നിന്ന് ആ മാല ഊരിപ്പോന്നു. ഭക്തയായ മഞ്ജുള ചാർത്തിയ മാല കണ്ണൻ സ്വീകരിച്ച അന്നു മുതൽ ആ ആലിന് മഞ്ജുളാൽ എന്ന പേരും കിട്ടി എന്നാണ് ഐതിഹ്യം.